ടി സിദ്ദിഖ് MLA നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, ഇന്നലെ ഞാൻ താങ്കളുടെ ആ പ്രതികരണം കേട്ടിരുന്നു. താങ്കളുടെ കയ്യിൽ ചില നിർണായകമായ ചിത്രങ്ങളുണ്ട്, അത് കുടുംബത്തിന്റെ അനുമതിയോടുകൂടി പുറത്ത് വിടാം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. ഇന്ന് ഞാനിപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പം ആ കാര്യം സൂചിപ്പിച്ചു. അവർക്ക് കാണാൻ താല്പര്യമില്ല, അന്വേഷണ സംഘത്തിന് കൊടുത്തോട്ടെ MLA എന്നാണ് അവർ പറഞ്ഞത്. താങ്കളുടെ ഇനിയുള്ള നടപടി എന്താണ്? CBIയുടെ മുമ്പിൽ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസസും ഞങ്ങൾ കൈമാറും. ഒന്ന്, ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ഏതെല്ലാം തലത്തിലുള്ള ശ്രമം നടത്തിയോ ആ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ട സന്ദർഭത്തിലാണ് അതിരൂക്ഷമായിട്ടുള്ള ജനാധിപത്യ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂക്ഷമായിട്ടുള്ള സമരങ്ങളും രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളും പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്ന സന്ദർഭത്തിലാണ് ഗത്യന്തരമില്ലാത്ത CBI എൻക്വയറിക്ക് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം വൈകി വന്നതായിട്ടുള്ള വിവേകമാണ്. ആ തീർച്ചയായും അടിയന്തരമായി തീരുമാനമെടുത്ത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരുപാട് എവിഡൻസസിന്റെ കണ്ണികൾ, ആ കണ്ണികളെ മുഴുവൻ വിളക്കി ചേർക്കാൻ അച്ഛൻ ഇന്നും പറഞ്ഞു. റാഗിംഗ്, ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയതായിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ടും പോലീസ് ഇതുവരെ പ്രതി ചേർത്തിരിക്കുന്ന പ്രതികളും തമ്മിലുള്ളതായിരിക്കുന്ന അന്തരം ഉൾപ്പെടെ അതിന്റെ കണ്ണികളെ കോർത്തിണക്കുന്നതിൽ വന്നതായിരിക്കുന്ന പരാജയം ഉൾപ്പെടെ വളരെ ഗുരുതരമായിട്ടുള്ള പാളിച്ച അന്വേഷണ സംഘം ഓൾറെഡി നടത്തി. അത് മാത്രമല്ല ശ്രീ ടി സിദ്ദിഖ്, ഇപ്പോൾ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുമ്പിൽ വിദ്യാർത്ഥിനികൾ മൊഴി നൽകാൻ വരുന്നില്ല, വളരെ കുറച്ച് അധ്യാപകർ ചിലർ മാറി നിൽക്കുന്നുണ്ട്, അങ്ങനെ കുറെ വിവരങ്ങൾ കൂടിയുണ്ട്. ഇപ്പോഴും സമ്മർദ്ദമുണ്ട്, ഇപ്പോഴും ആരൊക്കെയോ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്ത് വേണ്ടേ വിശ്വസിക്കാൻ? ഒരു സംശയമില്ല, നിങ്ങൾ പറഞ്ഞത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ആ പെൺകുട്ടി ലേഡീസ് ഹോസ്റ്റൽ ക്ലോസ് ചെയ്ത് കുട്ടികളെ വീട്ടിലേക്ക് അയക്കാൻ ഉദ്യോഗസ്ഥ യൂണിവേഴ്സിറ്റി അധികാരികൾ ഒരു കാരണവശാലും കുട്ടികൾ പോകേണ്ടതില്ല എന്നുള്ള നയം സ്വീകരിച്ച് അവരെ നിർത്തുകയായിരുന്നു. പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ളതായിരിക്കുന്ന പ്രതികരണം പത്രമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷമാണ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷമാണ് ലേഡീസ് ഹോസ്റ്റൽ ഉൾപ്പെടെ അടയ്ക്കാൻ തീരുമാനിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ സംഭവം ഉണ്ടായതിനു ശേഷം അത് സപ്രസ് ചെയ്യാനും ഒതുക്കി തീർക്കാനുമുള്ള ഗൗരവമായിട്ടുള്ള ഗൂഢാലോചന, ഒന്ന് യൂണിവേഴ്സിറ്റി അധികാരികൾ, രണ്ട് SFI, മൂന്ന് CPIM, നാല് പോലീസ്, ഇവർ 4 വിഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം നടന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ സിദ്ധാർത്ഥന്റെ ബോഡിയിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് രേഖപ്പെടുത്തപ്പെട്ട 18 ആന്റി മോർട്ടം ഇഞ്ചുറീസ് ഉണ്ട്. ആ 18 ആന്റി മോർട്ടം ഇഞ്ചുറീസ് ഉണ്ടായിട്ടും ഈ പ്രതികളെ പിടിക്കാൻ 27-ാം തീയതി വരെ പോലീസ് കാത്തുന്നു. അതിനർത്ഥം ഇതിന്റെ പിറകിൽ വൻ ശക്തികൾ പ്രവർത്തിച്ചു എന്നതാണ്. ഈ പ്രതികളെ കോടതിയിൽ കൊണ്ടുവന്നപ്പോ കോടതിയിലെ ചേംബറിലേക്ക് കയറി ധിക്കാരത്തോടുകൂടി അവിടെ വഴക്കുണ്ടാക്കി ആക്രോശം മുഴക്കി കയറുന്നത് ശ്രീ CK ശശീന്ദ്രൻ XMLA ആണ്. പ്രതികൾക്ക് വേണ്ടി ജയിലിൽ സൗകര്യം കൊടുക്കാൻ ഇടപെടുന്നതും ഇതേ ആളുകൾ തന്നെയാണ്. അപ്പോ വളരെ കൃത്യമാണ്, ആസൂത്രിതമാണ് ഇടപെടൽ. ആ ജനാധിപത്യ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവും പ്രതികരണവും അതില് യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയ നിരാഹാരം, ജില്ലയിൽ ഇവിടെ വയനാട് ജില്ലയിൽ ഇവിടെ നടന്നതായിരിക്കുന്ന 5 ദിവസത്തെ നിരാഹാരം, ഇവിടെ നടന്നതായ നിരന്തരമായിട്ടുള്ള UDF കക്ഷികളുടെയും മറ്റുള്ള പ്രതികരണങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതികരണങ്ങൾ, അച്ഛനും അമ്മയും. നമ്മൾ വിചാരിക്കുന്ന അവിടെയുള്ള വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മർദ്ദിച്ചു. ഇതിപ്പോ ഈ പറയുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ ഒരു ശ്യാം കൃഷ്ണന്റെ പരാമർശമുണ്ട് ശ്രീ ടി സിദ്ദിഖ്. അത് പ്രതിപട്ടികയിൽ ഇല്ലാത്തൊരു പേരാണ്. ആരാണ് ഈ ശ്യാം കൃഷ്ണൻ? ഈ ശ്യാം കൃഷ്ണൻ ഈ വിദ്യാർത്ഥികളോട് കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് ഭീഷണിപ്പെടുത്തിയത് ഈ ശ്യാം കൃഷ്ണനാണ്. താങ്കൾക്കറിയുമോ അവരെ? ശ്യാം കൃഷ്ണന്റെ പേര് ഞാൻ ഇന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അറിഞ്ഞു. ഈ ശ്യാം കൃഷ്ണൻ ആ കോളേജിലെ വിദ്യാർത്ഥിയാണോ അല്ല എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ വിവരങ്ങൾ സ്ക്വാഡ് കണ്ടെത്തുകയാണ് ഈ ശ്യാം കൃഷ്ണനാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി പ്രതിപട്ടികയിൽ, പോലീസിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടാവേണ്ട പേരല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയതായ തെളിവുകൾ പലതും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൽ ഒരു പ്രതിയാണ് ശ്യാം കൃഷ്ണൻ എന്നുള്ളത്. ആ ക്യാമ്പസിന്റെ പുറത്തുള്ളതായിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ
ആ ക്യാമ്പസിൽ താമസിക്കുകയും വരികയും ചെയ്യുന്നത് SFIയുടെ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ദൈനംദിന പ്രവർത്തനമാണ്. അതുകൊണ്ട് ആരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടില്ല. എന്തായാലും കുറെ കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. വളരെയധികം നന്ദി ശ്രീ ടി സിദ്ദിഖ് സംസാരിച്ചതിന്.